ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യയെ കിട്ടാനായിട്ട് വിഷ്ണു വിളിക്കുമ്പോൾ ശാലിനിയാണ് 2 തവണയും ഫോൺ എടുക്കുന്നത്. ശബ്ദം കേൾക്കുമ്പോ തന്നെ വിഷ്ണു അങ്ങ് കട്ട് ചെയ്യും. അപ്പൊ ശാലിനി വിചാരിക്കും ഇതാരും മനഃപൂർവ്വം കളിക്കുന്നതാ, അതാരാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ആ ഫോൺ അവിടെ വെച്ച് മൊബൈൽ ഫോൺ എടുക്കാണ് ശാലിനി. ഇതേ സമയം വിഷ്ണു വിചാരിക്കും ഒറ്റയ്ക്കും മുറിയിലിരുന്ന് മുറി അടച്ചിട്ട് പഠിക്കായിരിക്കും സത്യ. ഇതേ സമയം ശാലിനി ഇങ്ങനെ ആരെ വിളിക്കാനായിട്ട് നോക്കണേ. പിന്നെ വിചാരിക്കും ഇനി ഒന്നുകൂടെ വിളിക്കോ നോക്കട്ടെ, എന്നിട്ട് വിളിക്കാന്ന് കരുതിയിട്ട് ഫോൺ മാറ്റി വെക്കും എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഫയൽ നോക്കിയിരിക്കണേ. ഇതേ സമയം വിഷ്ണു വിചാരിക്കും നാളെ എന്തായാലും സ്കൂളിൽ ചെന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കണം, അതേ ഇനി രക്ഷയുള്ളൂ. എന്തൊരു കഷ്ടാ, കിടന്ന മനസ്സമാധാനം കിട്ടില്ല. ഒരു ഒറ്റത്തവണ കൂടെ വിളിച്ചു നോക്കല്ലേ, കിട്ടിയാലും ഇല്ലെങ്കിൽ ഇത് അവസാനത്തെ. ദൈവമേ, ഒരൊറ്റ തവണ. ഇതേ സമയം ശാലിനി ഫയലൊക്കെ എടുത്തു വെച്ചിട്ട് ഫോണൊക്കെ എടുത്ത് അവിടുന്ന് പോകാൻ തുടങ്ങണേ. അപ്പോഴായിരിക്കും വിഷ്ണു കോള് ചെയ്യാൻ തുടങ്ങുന്നത്. ദൈവമേ, സത്യം എടുക്കണേ എന്ന് വിചാരിച്ചങ്ങ് വിളിക്കും. ശാലിനി പോകാൻ തുടങ്ങുമ്പോ വീണ്ടും ലാൻഡ് ഫോൺ ബെല്ലടിക്ക. ശാലിനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുക്കും. ഹലോ. അപ്പൊ തന്നെ വിഷ്ണു മിണ്ടുന്നില്ല. ഹലോ, ഇത് ആരാണെന്ന്? നിങ്ങളടുത്ത് ആരാണെന്നല്ലേ ചോദിച്ചത്? ഹലോ, ആരാ? വിഷ്ണുവിനാണെങ്കിൽ ശബ്ദം തന്നെ വരുന്നില്ല. പാവം വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയിട്ടുണ്ട്. വേഗം അങ്ങ് കട്ട് ചെയ്യും. ശാലിനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. കട്ടാക്കി കഴിഞ്ഞാല് വേഗം മൊബൈൽ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കണേ. ഹലോ മിസ്റ്റർ രോഹിത്, എന്റെ ലാൻഡ് ഫോണിലേക്ക് 2-3 കോള് വന്നിട്ടുണ്ട്, അതൊന്ന് ട്രാക്ക് ചെയ്യണം. ശരി മാഡം എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യാ. ശാലിനി വിചാരിക്കും എന്നാലും ആരായിരിക്കും അത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചതിന് ശേഷം ഫയലൊക്കെ എടുത്ത് അവിടുന്ന് പോകും. വിഷ്ണു ഇപ്പോഴും സത്യ കിട്ടാത്ത വിഷമത്തിലും ശാലിനി ഫോൺ എടുത്തതിന്റെ ആ ഒരു അവസ്ഥയിലൊക്കെ ഇങ്ങനെ ആലോചനയിൽ നിൽക്കുകയാണ് അവിടെ. അങ്ങനെ പിറ്റേ ദിവസം നേരം പുലർന്നിട്ടുണ്ട്. ശാലിനി ഫയലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെ, പോകാൻ റെഡി ആയിട്ട്. അപ്പോഴായിരിക്കും പല്ലവിയും അതുപോലെ മറ്റൊരു പോലീസ് വണ്ടിയും അങ്ങോട്ട് വരുന്നത്. അനു വന്നിട്ട് പറയും മേഡം, ചെറിയൊരു പ്രശ്നമുണ്ട്. ശാലിനിക്കും എന്താനോ? അപ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ട് വന്ന് സല്യൂട്ട് ചെയ്യും. ഇവര് സൈബർ സെല്ലിലെ പോലീസുകാരാ, ഒരു ഫോൺ നമ്പർ ട്രേസ് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ? ശാലിനി പറയും ആളെ കിട്ടിയോ? ആളെ കിട്ടി മാഡം. പക്ഷേ ശാലിനി പറയും പറയാനോ ആളെ കിട്ടിയിട്ട്? അത് മാഡം, ഇവരെ ആളെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഞാൻ കാര്യം അറിയുന്നത്. അപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആള് കാറിൽ തന്നെ ഉണ്ട്, ജീപ്പിൽ തന്നെ ഉണ്ട്, മുഖം മറിച്ചിരിക്കണേ. ശാലിനി പറയും ഇതിലിപ്പോ എന്ത് ചെയ്യാനാ? ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ? യെസ് മാഡം, അതിസാഹസികമായിട്ടാ ഞങ്ങൾക്ക് അവനെ കീഴ്പ്പെടുത്താനായത്. അവന്റെ ഉദ്ദേശം എന്താണെന്ന് അവൻ വെളിപ്പെടുത്തിയിട്ടില്ല. മാഡത്തിന്റെ മോളെ വിളിച്ച് സൗഹൃദം കൂടി മോഷണമായിരിക്കാം അവന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഏതെങ്കിലും ഏജൻസികളുടെ ഏജന്റ് ആയിരിക്കാം. ഇതൊക്കെ കേൾക്കുമ്പോ പല്ലവി ദയനീയായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ സൈബർ സെല്ലിലെ പോലീസ് പറയും ഇതിലേതെങ്കിലും ഒന്നായിരിക്കാനാണ് സാധ്യത മാഡം. ആളൊരു ക്രിമിനലാണ്. ആദ്യമൊക്കെ അവനാണ് ഫോൺ ചെയ്തതെന്ന് സമ്മതിച്ചിരുന്നില്ല, പിന്നെ തെളിവുകൾ കാണിച്ചപ്പോഴാ അവൻ കുറ്റം സമ്മതിച്ചത്. ഈ സമയത്തും വിഷ്ണുവിടെ മുഖം മറച്ചുകൊണ്ട് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. അവൻ എന്താണ് ലക്ഷ്യം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല മാഡം. ശാലിനി പറയും എനിക്ക് കൊണ്ടുപോവാ, ഞാനൊന്ന് കാണട്ടെ. എന്റെ മോളുടെ ഫോണിലേക്ക് വിളിച്ച് എന്ത് ഓപ്പറേഷനാ അവൻ പ്ലാൻ ചെയ്തതെന്ന് എനിക്കൊന്ന് അറിയണല്ലോ. ശരി മാഡം, അവനെ ഇങ്ങ് കൊണ്ടുപോവാ എന്ന് ബാക്കി പോലീസുകാരോട് പറയുമ്പോ അവര് വിഷ്ണുവിനെ കൊണ്ടുവരാനായിട്ട് പോയിരിക്കുക. അനുവാണെങ്കിൽ തുറന്നു പറയാൻ പറ്റാതെ വീർപ്പ് മുട്ടിക്കൊണ്ടാ നിൽക്കുന്നത്. ശാലിനി ആളെ കാണാൻ ഇങ്ങനെ നിൽക്കണേ, നല്ല ദേഷ്യമുണ്ട് മുഖത്ത്. അപ്പൊ പല്ലവി പറയും മാഡം, ഞാൻ ഈ കാര്യത്തിലെ നിരപരാധിയാ. ഇവര് ആളെ കൊണ്ടുവന്ന് കേസ് ചാർജ് ചെയ്തതിനു ശേഷം ഞാൻ കാര്യങ്ങൾ അറിയുന്നതും ആളെ കാണുന്നതും. അപ്പോഴേക്കും എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. ശാലിനി പറയും അതിനെന്താനോ? അനുവിന്റെ ടെൻഷൻ കണ്ടാ തോന്നല്ലോ അനുവിന്റെ ആരെയാണ് പിടിച്ചോണ്ട് വന്നിരിക്കുന്നതെന്ന്. അല്ല മേഡം, അത് ശാലിനി പറയും ഞാൻ ആളെ കാണട്ടെ. അപ്പോഴേക്കും പോലീസുകാര് ജീപ്പിനെടുത്ത് പോയിട്ട് വിഷ്ണുവിന്റെ അടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി വാടോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചിറക്കാനേ. വിഷ്ണു വരാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ശാലിനി പറയും ആദ്യം ഞാൻ ആളെ കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം കേസ് ഏത് രീതിയിൽ പോണെന്ന്. അങ്ങനെ വിഷ്ണുവിനെ ശാലിനിയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണേ. ശാലിനി അപ്പൊ തന്നെ വിഷ്ണുവിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. എങ്കില് ടവല് വെച്ചിട്ട് മുഖം മറച്ചിട്ടുണ്ട്. ശാലിനി മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും ആ കർച്ചീഫ് മാറ്റുന്നില്ല. അപ്പൊ പോലീസ് പറയും മാഡത്തിന് മുഖം കാണിക്കടാ, കർച്ചീഫ് മാറ്റ്, ഇവിടെ പത്രക്കാരും മീഡിയൊന്നുമില്ല. അപ്പോഴും വിഷ്ണു കർച്ചീഫ് മാറ്റാതെ നിൽക്കുമ്പോ പോലീസ് പറയും എടോ ആ കർച്ചീഫ് ഒന്ന് മാറ്റിക്കേ എന്ന് പറയേണ്ട താമസം അയാൾ ആ കർച്ചീഫ് പിടിച്ചു വലിക്കുക. അപ്പൊ വിഷ്ണു മുഖം കൈകൊണ്ട് മറച്ചിക്കും. ശാലിനിക്കാണെങ്കിൽ നേരത്തെ വിഷ്ണുവിന് മനസ്സിലായിട്ടുണ്ടല്ലോ. ശാലിനി വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കുമ്പോ വിഷ്ണു അറിയാത്ത പോലെ വേറെ എങ്ങോട്ടേക്കോ നോക്കി നിൽക്കുക. അനു പറയും ഇതാ ഞാൻ പറഞ്ഞത് മാഡം, എന്റെ കയ്യിലെത്തുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. വിഷ്ണു ഇങ്ങനെ പാവത്താന്റെ പോലെ നിൽക്കണേ. അങ്ങനെ ഇതറിയാത്ത പോലീസുകാർ പറയും മാഡം അനുവദിച്ച 2 ദിവസത്തിനുള്ളില് ഇവരെന്ത് ഓപ്പറേഷനാ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. കൂട്ടുപ്രതികൾ ആരൊക്കെയുണ്ടെന്നും ഞാൻ പറയിപ്പിക്കാം. മാഡത്തിന്റെ മകളെ സ്കെച്ച് ചെയ്തുകൊണ്ട് എന്തോ വലിയ ഓപ്പറേഷനാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ശാലിനി വിഷ്ണുവിന്റെ അടുത്തേക്കും ആണോ? എന്തിനു വേണ്ടിയാ എന്റെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്കും സത്യയും വിളിച്ചത്? വിഷ്ണു ഇങ്ങനെ ശാലിനി എന്തെങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടാ നോക്കണത്. ശാലിനിക്കും എന്തിനാ വിളിച്ചതെന്ന്. വിഷ്ണു ഇങ്ങനെ ശാലിനിയെ നോക്കും. ശേഷം പോലീസുകാരെയും ഒന്നും ഉണ്ടാകാൻ നിൽക്കുമ്പോ പോലീസ് പറയും മാഡം കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മാഡത്തിന്റെ പെർമിഷൻ കിട്ടിയിട്ട് മറ്റു നടപടികളിലേക്ക്
നടക്കാന്നാ വിചാരിച്ചിരിക്കുന്നത്. എന്താ മാഡം വേണ്ടത്? ശാലിനി വിഷ്ണുവിനെ ഇങ്ങനെ നോക്കും. എന്നിട്ട് പറയും, തൽക്കാലം ഞാൻ പറഞ്ഞിട്ട് നടപടി എടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ പൊക്കോ. പോലീസ് വയ്ക്കും, ഇവൻ അത് ഞാൻ നോക്കിക്കൊള്ളാം. ശരി മാഡം എന്ന് പറഞ്ഞിട്ട് അവര് പോകും. വിഷ്ണു ഇങ്ങനെ എന്തോ കള്ളത്തിൽ ഒപ്പിച്ചിട്ടുണ്ടെന്ന് ശാലിനിക്ക് മനസ്സിലായിട്ടുണ്ട്. ശാലിനി ഇങ്ങനെ നോക്കുമ്പോ വിഷ്ണു ഒന്നും അറിയാത്ത പോലെ ആകാശത്തേക്ക് നോക്കി നിൽക്കുക. വിഷ്ണുവിന് മനസ്സിലായിട്ടുണ്ട് ശാലിനിയുടെ നോട്ടം. ഇത് പല്ലവിക്കും. അനു പറയും, എന്നാ പിന്നെ ഞാനും അങ്ങോട്ട്. ശരി അനു പൊക്കോ എന്ന് പറയുമ്പോ അനുപല്ലവിയും പോവാണ്. വിഷ്ണു ഇങ്ങനെ പൊട്ടം കളിച്ച് നിൽക്കുക. ശാലിനി വയ്ക്കും, വിഷ്ണു ഏട്ടാ എന്താ ഇതൊക്കെ? ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? അങ്ങനെ ഒരു നമ്പറിൽ നിന്ന് സത്യം വിളിക്കേണ്ട എന്ത് കാര്യമായിരുന്നു? വിഷ്ണു പറയും, എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം മാഡം തരാത്തതുകൊണ്ട് അത് കിട്ടാനുള്ള പലതരത്തിലുള്ള ഓട്ടത്തിലാണ് ഞാൻ. അതിന് പല വഴികളും നോക്കുന്നുണ്ട്. ചിലത് സക്സസ് ആവും, ചിലതൊക്കെ അങ്ങ് പൊളിഞ്ഞു പോവും. അങ്ങനെ പൊളിഞ്ഞു പോയിട്ടുള്ള വഴിയാ എന്നെ ഇവിടെ എത്തിച്ചത്. എന്ന് വെച്ചിട്ട് ഞാൻ പിന്മാറൊന്നുമില്ല. ശരിയായിട്ടുള്ള ഉത്തരം കിട്ടുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നും പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി ആള് പോകാൻ തുടങ്ങുമ്പോ ശാലിനി പറയും, പോകാൻ വരട്ടെ. വിഷ്ണുയ്ക്കും ശാലിനി പറയും, അകത്ത് കയറിയിരുന്ന് ഒരു കാപ്പി കുടിക്കാം. സൈബർ പോലീസുകാര് ഏതോ കോട്ടും ക്രിമിനലാണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കായിരുന്നില്ലേ ഇത്രയും നേരം? ദാഹം കാണും. വിഷ്ണു പറയും, അയ്യടാ അങ്ങനെ ഇപ്പൊ എന്നെ കളിയാക്കൊന്നും വേണ്ട. എനിക്കറിയായിരുന്നു തെളിവെടുപ്പിനായിട്ട് ഇങ്ങോട്ടാ കൊണ്ടുവരാന്ന്. പിന്നെ തന്റെ ആ അസിസ്റ്റന്റ് കൊച്ചുണ്ടല്ലോ, അതിനെ കണ്ടപ്പോ ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. ശാലിനി പറയും, ഞാൻ അമ്മയും സത്യം വിളിക്കാം. വിഷ്ണു പറയും, എന്നാ പിന്നെ നാട്ടുകാരെ മൊത്തം വിളിക്കി. അല്ല പിന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് കരുതിയിട്ട് അതിങ്ങനെ ഇത്ര വലിയ ആഘോഷാക്കൊന്നും വേണ്ട. അതെ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിനിവിടെ ആരുടെ അടുത്തും കൊട്ടുഘോഷിക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ തമാശ വേറെ കാര്യം വേറെ കേട്ടാ. പിന്നെ ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റുപോയിന്ന് കരുതണ്ട. ഞാൻ തന്നെ കൊണ്ട് പറയിപ്പിക്കും എന്ന് പറയുമ്പോ ശാലിനി ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെ അത്രയും പറഞ്ഞ് വിഷ്ണു അവിടുന്ന് പോവാ. വിഷ്ണു പോകുന്നതും നോക്കിക്കൊണ്ട് നിൽക്കണേ ശാലിനി അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് സുസ്മിതയുടെ വീട്ടിലാണ്. അവിടെ ജഗദീപിനെ ഏതൊരു ഫ്രണ്ട് സുസ്മിത, അതായത് ഭാര്യ, ജയിലിൽ നിന്ന് വന്നതിന് ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കണേ, ഒരു മദ്യക്കുപ്പി. ഇവനെന്താ വിവരമില്ലേ? ഭാര്യമാര് ജയിലിൽ കിടക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷമുള്ളത്, അല്ലാതെ അതിങ്ങോട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് എന്ത് സന്തോഷം കിട്ടാനാ? സുനാമി വരുമ്പോ കുളിക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് ഇപ്പൊ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും വാങ്ങിച്ചു തന്ന സ്ഥിതിക്ക് ഒരെണ്ണം അടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് അത് ഒഴിക്കുക എന്ന് പറഞ്ഞിട്ട് 2 ഗ്ലാസ്സിൽ ഒഴിക്കണേ. ആരും അടുത്തുള്ള പോലെയാ ഇങ്ങനെ സംസാരിക്കുന്നത്. മാംഗോ ജ്യൂസ് ഒഴിച്ചു കുടിച്ചാൽ ഒരു കുത്തലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ അതിന്റെ മേലെ 2 ഗ്ലാസ്സിലും മാംഗോ ജ്യൂസ് ഒഴിക്കും. എന്നിട്ട് ജഗതി ഭാഗത്തും ഒരു ഗ്ലാസ് അങ്ങ് വലിച്ചു കുടിക്കും. കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഗ്ലാസ് എടുത്ത് കുടിക്കുക. അവിടെ ആരുമില്ല, ജഗദീപ് തന്നെയാ എല്ലാം ഒഴിച്ചതും കുടിച്ചതും. ഞാനിങ്ങനെയാ, ആരെങ്കിലും കമ്പനിക്കില്ലെങ്കിൽ പിന്നെ അടിക്കാൻ പറ്റില്ല, ശീലിച്ചു പോയേ. 2 മതി. അവള് വന്ന് കണ്ടാ പിന്നെ അടി കിട്ടും. ജയിലിൽ കിടന്ന് കൈയൊക്കെ ഭയങ്കര തയമ്പായിരിക്കുക. അതുകൊണ്ടെങ്ങാണം കിട്ടിയാ പിന്നെ പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് മദ്യപിക്കുക. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ഒരു ഓട്ടോറിക്ഷ വരുന്നത്. അതൊന്നൊരു സ്ത്രീ ഇറങ്ങിയിട്ട് കോളിംഗ് ബെല്ല് അടിക്കണേ. കേൾക്കുമ്പോ തന്നെ ജഗദീപ് പേടിക്കും, എന്റെ ശിവനെ അവള് വന്ന എന്ന് പറഞ്ഞ് കുപ്പിയും ജ്യൂസും വെള്ളവും ഗ്ലാസും എല്ലാം എടുത്ത് കൊണ്ടുപോവാണേ കിച്ചണിലേക്ക്. ടച്ചിങ്സ് എടുക്കുമ്പോ അതെല്ലാം താഴെ വീഴും. ജഗദീപ് ആകെ ടെൻഷനായിട്ടുണ്ട്. അപ്പോഴേക്കും വീണ്ടും വന്നാള് കോളിംഗ് ബെല്ല് ഒന്നുകൂടെ അടിക്കും. ശേഷം അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയി ഡോറ് തുറക്കണേ. സുസ്മിതയെ പ്രതീക്ഷിച്ച ജഗദീപ് കാണുന്നത് നീലിമയാണ്. നീലിമയ്ക്കും ആളെ മനസ്സിലായിട്ടില്ല. ജഗദീപ് പറയും, ആരാ മനസ്സിലായില്ല? ഞാൻ NM ഹോസ്പിറ്റലിലെ നഴ്സാ. സുസ്മിത മേഡത്തെ ഒന്ന് കാണണല്ലോ. ജഗദീപ് പറയും, അയ്യോ മേഡം പുറത്തു പോയിരിക്കാണല്ലോ. നീലിമ പറയും, ഞാൻ അല്പം ദൂരെന്നാ വരുന്നത്, കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഒന്ന് വിളിക്കോ? അല്ലെങ്കിൽ നമ്പർ തന്നാ മതി, ഞാൻ വിളിക്കാം. ജഗദീപ് വിചാരിക്കും, നമ്പർ ഇവൾക്ക് കൊടുക്കണ്ട, പിന്നെ അതിന്റെ പിന്നാലെ വല്ല വള്ളിക്കെട്ടും വന്നാ പിന്നെ അതിന്റെ ഇടി എനിക്ക് വേറെ കിട്ടും. ഈ ചെല്ലക്കിളിയെ കണ്ടിട്ട് പറഞ്ഞു വിടാനും തോന്നുന്നില്ല. ഞാൻ ഒന്ന് വിളിച്ചു നോക്കാമേ എന്ന് പറഞ്ഞിട്ട് ജഗദീപ് അകത്ത് ചെന്നിട്ട് ഫോൺ എടുത്ത് സുസ്മിതയെ വിളിക്കുക. ബെല്ലുണ്ട്. അങ്ങനെ സുസ്മിത ഫോൺ എടുക്കും. ഹലോ ജഗദീപ്. ഹലോ സുസു എന്ന് വിളിക്കുമ്പോ സുസ്മിതയ്ക്കും, എന്താടാ ഇങ്ങോട്ടെങ്ങാനും വരുന്നുണ്ടോ ഇപ്പോ? സുസ്മിതയ്ക്കും, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഉടനെ എങ്ങാനും ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. സുസ്മിത പറയും, പഴയ നിന്റെ വല്ല കോഴിത്തരവും പുറത്തെടുക്കാൻ വേണ്ടിട്ടായിരിക്കും. ജഗദീപ് ആ പെങ്കൊച്ചിനെ നോക്കിയിട്ട് പറയും, ഞാനിപ്പോ എക്സ്ട്രാ ഡീസന്റ് അല്ലേ സുസു? ഇവിടെ നിന്നെ കാണാനേ NM ഹോസ്പിറ്റലിന് ഒരു നഴ്സ് വന്നിട്ടുണ്ട്. എന്തോ പ്രമാദമായ ഒരു കേസിന്റെ കാര്യം പറയാനാണെന്നാ പറഞ്ഞത്. രഹസ്യ? സുസ്മിതയ്ക്കും, രഹസ്യോ? ജഗദീപ് പറയും, അതെ. അപ്പൊ സുസ്മിതയ്ക്കും നഴ്സ് തന്നെയാണെന്നുള്ളത് ഉറപ്പല്ലേ? ജഗദീപ് പറയും, അങ്ങനെയാ ഈ കൊച്ചു പറഞ്ഞത്. പുറത്ത് നിൽക്കാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അകത്ത് കയറ്റി ഇരുത്തണോ അതോ പുറത്തിറക്കി ഇരുത്തണോ? സുസ്മിതയ്ക്ക് എന്ത്? ജഗദീപ് വീണ്ടും ചോദിക്കും ഇത് തന്നെ. തൽക്കാലം നീ അകത്ത് കയറ്റി ഇരുത്ത്, ഞാനിപ്പോ വരാം. പിന്നെ വെയിലത്ത് കരിഞ്ഞു വന്നതല്ലേ, കുടിക്കാൻ തണുത്ത എന്തെങ്കിലും കൊടുക്ക്. ലൈം സോഡയാണെങ്കിൽ ലൈമില്ല, ലെമൺ തീർന്നു, വെറും സോഡ കൊടുക്കട്ടെ. സുസ്മിത പറയും, നീ ആ സോഡയിൽ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുക്കേ, ഞാനൊരു 10 മിനിറ്റിനകം അവിടെ എത്തും. ശരി എന്ന് പറഞ്ഞ് കോള് കെട്ടിയാ. എന്നിട്ട് നീലിമയോട് പറയും, മാഡം ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്,
അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. ജഗദീപിനെ കണ്ടിട്ട് തന്നെ അവൾക്ക് അകത്ത് കയറാൻ തോന്നുന്നില്ല. എന്താ അവിടെ നിൽക്കുന്നത്, കയറി വാ. പിന്നെയും വിളിക്കുമ്പോ നീലിമ വരും. അങ്ങനെ നീലിമയ്ക്കും നിങ്ങളെ ജഗദീപ് പറയും ഞാൻ മാഡത്തിന്റെ ഒരു ഹസ്ബൻഡായിട്ട് വരും. ശേഷം അവിടെ ഇരിക്കാൻ നിർബന്ധിക്കുമ്പോഴും നീലിമ വേണ്ടെന്ന് പറയും. ജഗദീപ് പറയും മാഡത്തിന്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് പറയല്ല, വളരെ ഡീസന്റ് ആണ് ഞാൻ, സ്ത്രീകളെ ബഹുമാനിക്കാനും അറിയാം, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇരിക്കും. കുടിക്കാൻ ചായയോ കാപ്പിയോ ഒന്നുമില്ല, മാംഗോ ജ്യൂസ് എടുക്കട്ടെ. വേണ്ടെന്ന് പറയുമ്പോ ജഗദീപ് നിർബന്ധിക്കാം. പിന്നെ മാഡത്തിന്റെ അടുത്ത് എന്താ പറയാനുള്ളത്? എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കേൾക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ടീപ്പോയിൽ കയറിയിരിക്കും. അതെ, സുസ്മിതയ്ക്ക് എനിക്കും ഒരു മനസ്സും 4 കാലുവാ. ഞാൻ അറിയാത്തൊരു രഹസ്യം മാഡത്തിനും, മാഡം അറിയാത്തൊരു രഹസ്യം എനിക്കും ഇല്ല. മടിക്കാതെ പറഞ്ഞോ, എന്താ പറയാനുള്ളത്? നീലിമ പറയും അതല്പം സീക്രട്ടാ, ഞങ്ങള് സ്ത്രീകൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യ. ജഗദീപിക്കും തന്നെ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാട്ടാ. അങ്ങനെ ജഗദീപ് കിച്ചണിലേക്ക് പോകും. എന്നിട്ട് വിചാരിക്കും മുടിഞ്ഞ തട്ടിപ്പുകാരിയാ, എന്തോ രഹസ്യം ഇവളുടെ കയ്യിലുണ്ട്, അത് സുസ്മിതയ്ക്ക് കൊടുത്ത് കാശാക്കാൻ വന്നിരിക്കുക. ഇവളെ കൊണ്ട് ആ രഹസ്യം പറയാൻ പറ്റരുത്. അതിനിപ്പോ എന്താ ഒരു മാർഗം? രഹസ്യം കേൾക്കാനായിട്ട് മറ്റവള് ഇപ്പൊ ഓടിച്ചാടി വരികയും ചെയ്യും. ഇവളത് പറയാൻ വാ തുറക്കരുത്. അതിനിപ്പോ എന്താ ഒരു വഴി? ഒരു കാര്യം ആലോചിക്കുമ്പോ ബുദ്ധി വർക്കാവേയില്ല. വെറുതെ ഇരുന്ന് മടി പിടിച്ചിട്ടാണ്. അപ്പോഴായിരിക്കും നേരത്തെ കുടിച്ചു വെച്ചാ ആ മദ്യക്കുപ്പി അവിടെ കാണുന്നത്. മതി ഒരെണ്ണം കട്ടിക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മാംഗോ ജ്യൂസിന്റെ രുചിയുള്ളത് കൊണ്ട് വലിയ കത്തലൊന്നും ഇല്ലാതെ അങ്ങ് പോവുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് നേരത്തെ കുടിച്ചു വെച്ച ഗ്ലാസ് തന്നെ എടുക്കും. അയ്യേ ഇത് വേണ്ട, വേറെ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ജ്യൂസിന്റെ ഗ്ലാസ് എടുത്തിട്ട് ആദ്യം കുറച്ച് മദ്യം ഒഴിക്കും. പിന്നെ അതിലേക്ക് മാംഗോ ജ്യൂസും ശേഷം കൈവിരലിട്ട് അതങ്ങ് ഇളക്കുക. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ചിലപ്പോ ഒന്നിലും ഒതുങ്ങൂല, ഒരെണ്ണം കൂടെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസും കൂടെ ഒഴിച്ചെടുക്കുക. അതും കൈവിരലിട്ട് ഇളക്കും. ശേഷം ഒരു ട്രേയിൽ വെച്ച് കൊണ്ടുപോവാണ്. ഇവിടെ വരുന്നവർക്കല്ല ഞങ്ങളൊരു സ്പെഷ്യൽ മാംഗോ ജ്യൂസ് കൊടുക്കും, അത് വരുന്നവർക്ക് കൊടുക്കണമെന്ന് മാഡത്തിന് നിർബന്ധ. നീലിമ പറയും അയ്യോ എനിക്ക് വേണ്ട. ജഗതി പറയും അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, കഴിച്ചില്ലെങ്കിൽ മാഡം പിണങ്ങുവേ, കുടിക്കുടിക്ക്, എനിക്ക് വെറുതെ വഴക്ക് കേൾക്കാൻ വയ്യ, അതുകൊണ്ടാണേ. അങ്ങനെ നിർബന്ധിക്കുമ്പോ നീലിമ ഒരു ഗ്ലാസ് എടുക്കും. അല്പം കുടിച്ചിട്ട് വയ്ക്കും. അല്ല സാറും മാഡത്തിനെ മാഡം എന്നാണ് വിളിക്കുന്നത്? ഞാനൊരു മാഡം ആയതുകൊണ്ടാ, അല്ല മാഡം ഒരു മാഡം ആയതുകൊണ്ടാ ഞാൻ അങ്ങനെ വിളിക്കുന്നത്. കഴിച്ചോ. നീലിമ കുടിക്കുന്നത് നോക്കി നിൽക്കണേ. നിർത്തല്ലേ, കുടിച്ചോ. അങ്ങനെ നീലിമ അത് മുഴുവൻ കുടിക്കും. അത് കുടിച്ചവിടെ നിൽക്കുമ്പോ ജഗതി പറയും ഇതും കൂടെ കുടിക്കി, ഇത് 2 എണ്ണം കുടിച്ചാലേ അങ്ങ് ശരിയാവുള്ളൂ എന്ന് പറയുമ്പോ നീലിമ വേണ്ടെന്ന് പറയുന്നുണ്ട്. ജഗദീപ് നിർബന്ധിച്ച് കുടിപ്പിക്കും. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന പ്രൊമോയിലുള്ളത് വിഷ്ണു സ്കൂളിലേക്കാണ് നേരെ അവിടുന്ന് പോയിട്ടുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞാല് സത്യഭാമയുടെ മകനാണല്ലോ വിഷ്ണു എല്ലാവർക്കും അറിയാൻ ചെയ്യാം. പിന്നെ സ്കൂളിലെ പ്രോഗ്രാമിനും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്യൂണിന്റെ അടുത്ത് കാര്യം പറയുമ്പോ അദ്ദേഹം പപ്പിയുടെയും സത്യയുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് വിഷ്ണുവിന് കൊണ്ടുവന്ന് കൊടുക്കണേ. ഇത് കാണുന്ന വിഷ്ണു ഞെട്ടും. കാരണം 2 പേരുടെയും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ സ്ഥലവും ഹോസ്പിറ്റലും എല്ലാം സെയിം, സമയങ്ങളും ഇതൊക്കെ കാണുന്ന വിഷ്ണു ഞെട്ടും. ഇതെങ്ങനെ 2 പേരും ഒരേ ഹോസ്പിറ്റലില് ഏകദേശം ഒരേ സമയത്ത് ജനിച്ചു എന്നൊക്കെയുള്ളത് വിഷ്ണുവിനെ വല്ലാതെ അത്ഭുതപ്പെടുത്താ. എന്നാൽ വിഷ്ണുവിന് വ്യക്തമായിട്ടൊന്നും മനസ്സിലാവുന്നുമില്ല. ആ സമയം ശാലിനി ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഇതൊക്കെ ആലോചിച്ച് വിഷ്ണു ആകെ തലപ്രാന്ത് പിടിച്ച് നിൽക്കണേ. ശേഷം നേരെ കുടുംബശ്രീ വീട്ടിലേക്കാണ് പോകുന്നത്. പോകുമ്പോഴും ശാരദാമ്മയുടെ മുന്നിൽ ചെന്ന് നിന്ന് എല്ലാ ചോദ്യങ്ങളും ചോദിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് വിഷ്ണു അങ്ങോട്ട് ചെല്ലുന്നത്. ഇതേസമയം സത്യ ശാരദാമ്മയോടും ശാലിനിയോടും തന്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുകയാണ്. അച്ഛന്റെ പേരെങ്കിലും അറിയണമെന്നുള്ള ഒരു വാശിയില്. ഈ സമയം ശാലിനിക്കും ശാരദാമ്മയ്ക്കും അത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അവരും വിഷമിച്ചിങ്ങനെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നത്. അപ്പോഴായിരിക്കും വിഷ്ണു അങ്ങോട്ട് ശാരദാമ്മേ എന്ന് വിളിച്ചു വരുന്നത്. ശബ്ദം കേൾക്കുന്നതും ശാരദാമ്മ പുറത്തേക്ക് ചെല്ലുന്നുണ്ട്. ശാലിനി പോകുന്നില്ല കേട്ടോ. അങ്ങനെ വിഷ്ണുമോൻ എന്താ എന്നുള്ള രീതിയിൽ സ്നേഹത്തോട് സംസാരിക്കാൻ തുടങ്ങുമ്പോ തന്നെ വിഷ്ണു നേരെ ചോദിക്കുന്നത് സത്യയെ ശാലിനി എവിടെയാ പ്രസവിച്ചതെന്നാ. അതില് ശാരദാമ്മ കുറെ കള്ളങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് IAS ട്രെയിനിങ്ങിന് പോയതിനു ശേഷമാണ് ശാലിനി പ്രസവിച്ചെന്നുള്ള രീതിയില്. എന്നാ വിഷ്ണു ദേഷ്യത്തിൽ പറയും സത്യയും പപ്പിയും ജനിച്ചത് ഒരേ ഹോസ്പിറ്റലിലാണ് ശാരദാമ്മേ, അതും ഒരേ ദിവസം എന്ന് പറയുന്ന കേൾക്കുമ്പോ അകത്ത് നിൽക്കുന്ന ഇത് കേൾക്കുന്ന ശാലിനി വരെ ഞെട്ടിപ്പോകും. ശാരദാമ്മയ്ക്ക് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുമ്പോ ശാരദാമ്മയ്ക്കും പിന്നെ പറയാനൊന്നും ആവുന്നില്ല. അങ്ങനെ ദേഷ്യത്തോടു കൂടി വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്ന ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്